ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ കോളേജിൽ പോകാനുള്ള പരിപാടികളൊക്കെ ഷേവും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ യൂണിഫോം എടുത്തിട്ട് ഇറങ്ങാം. എൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഷൂവും ടൈയും എല്ലാം വലിച്ചിട്ടുണ്ട്. ഈ ടൈ വലിച്ചിട്ടുന്നതാണ് ഏറ്റവും വലിയ പാട്. ഇപ്പോൾ യൂണിഫോമിലൊക്കെ കയറി സെറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഓടി ഇറങ്ങി നേരെ കോളേജിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി വട. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കോളേജിലേക്ക് കയറി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവുക. നല്ല രീതിക്കൊരു മഴ പെയ്തുകൊണ്ട് വണ്ടിയൊക്കെ നനഞ്ഞിരിക്കുക. വണ്ടിയൊക്കെ ശരിക്കും തുടച്ച് അവിടുന്ന് വണ്ടി എടുത്തോട്ട് നേരെ ചായക്കടയിലേക്ക് വന്നിട്ട് ചായയും കുടിച്ച്. ഇനിയിപ്പോൾ ചായയും കുടിച്ച് ഇവിടത്തേക്കായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം. തകർത്ത് പെയ്തിട്ട് നിൽക്കുന്ന ഇപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ അടുത്തൊരു മഴയ്ക്കുള്ള കൊള്ളാമെന്ന് തോന്നുന്നു. കിടക്കുന്ന രണ്ടാമന്മാരെ കണ്ടോ? ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് 2 വർഷമെങ്കിൽ 2 വർഷമായിട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ആരും അനക്കുന്നില്ല, ഒന്നുമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഒന്നൊരു ചേട്ടൻ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ റോഡ് പിരിച്ച് നടക്കേണ്ട 2 മുത്തരകളായി കിടക്കണേ. അപ്പോൾ പോയി ഞാനൊരു വോക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളെവിടെ നടന്നങ്ങ് പോവുക, ഒരു ലക്ഷ്യമില്ലാത്ത നടത്താം. ഇതാ കണ്ടില്ലേ, നാട്ടിലെ പോലെ ക്യൂ ഒന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കയറി പോവുക, സെലക്ട് ചെയ്യുക, ഇറങ്ങി വരിക, അതേ ഉള്ളൂ പരിപാടി. നമ്മളവിടെ നേരെ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലത്തൂടെ എത്തി. അപ്പോൾ ഇനി കുറച്ച് നേരം നമ്മുടെ ചിറാപ്പുഞ്ചി മഴയത്തും കേട്ടുകൊണ്ട് ഇതിലേ നടക്കാം. നടന്ന് നേരെ ഞാൻ എത്തിയതാണെങ്കിലോ ഇതൊരു ബാങ്ക്വറ്റ് ഹാളാണ്. എന്നിരുന്നാലും ഇവിടെ ഒരു മസ്താൻ കിടപ്പുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ മൂഞ്ചി. മസ്താൻ കാണാൻ വന്ന ഞാനത് അമ്പിളിമാമനെയും കണ്ട് നേരെ തിരിച്ചു പോയി കിടക്കടയിൽ ചെന്നിട്ടൊരു ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഈ ചായ ഇവിടെ നിർത്തുക.